ഇന്നെന്താ കഴിക്കാനുള്ളേ? ബാ കാണിച്ചു തരാം. ചോറ്, ഫിഷ് കറി, പാവയ്ക്ക കിച്ചടി, അവിയൽ, പിന്നെ ചിക്കൻ തന്തൂരി. സൺഡേ ആയിട്ട് ഇത്രയേ ഉള്ളോ? ഇപ്പൊ നമ്മൾ കണ്ട ഈ കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും വളരെ കോമൺലി നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മള് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ പലരുടെ വീട്ടിലൊക്കെ പോകുമ്പോഴും വളരെ ഫ്രീക്വന്റ്ലി സൺഡേ ആണോന്നൊന്നും ഇല്ല, ഇത്രയും ഫുഡേ ഉള്ളൂ, മിക്കവാറും ദിവസം അത് തന്നെ, ഇത്രയും ഉള്ളോ, ഇങ്ങനെയാണോ, എന്താ ഫിഷ് ഇല്ലാത്ത, ഇതെന്താ ചിക്കൻ ഇല്ലാത്ത, ഇതൊക്കെ കോമൺലി കാണാത്ത. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു അവിയലുണ്ടെങ്കിൽ അവിയലിനകത്ത് ചേന ഇട്ടില്ലേ, ഇതുപോലത്തെ കാര്യങ്ങള്. ഇത് എത്രത്തോളം ഇന്റൻസ് ആണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ലായിരുന്നു. നമ്മൾ കൂടുതലും ലൈക്ക് രാവിലെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ലൈക്ക് ബ്രെഡ് കഴിക്കുക, അല്ലെങ്കിൽ വല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ച ലഞ്ചിന് മിക്കവാറും കാണില്ല, രാത്രി ആകുമ്പോൾ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ എല്ലാം ഇട്ടൊരു ഒറ്റ കറി ഉണ്ടാക്കുക, 2 ബ്രെഡ് കൂട്ടി കഴിക്കുക, അങ്ങനെയാണ് നമ്മൾ കഴിച്ചോണ്ടിരുന്നത്. ഒബ്വിയസ്ലി വെജിറ്റബിൾസ് വേണ്ടെന്നല്ല, അപ്പൊ അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്നിട്ട് എന്താ പറയാ, പലപ്പോഴായിട്ട് നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമുക്കൊരു ഫുള്ള് സെറ്റ് ഫുഡ് ഉണ്ടാക്കും. നല്ല രസമാണ് കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ അമ്മമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവരുണ്ടാക്കി തരുന്നു, അപ്പൊ കഴിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായ, അയ്യോ ഇത് എന്തൊരു വലിയ ജോലിയാണെന്നുള്ളത്. അല്ലെ, കിച്ചണിൽ മാത്രം ഫുൾ ടൈം നിൽക്കേണ്ടി വരും. തോരൻ അരിയണം, പിന്നെ അതിന് എന്താണ് കറി, തേങ്ങ തിരുവണം, തേങ്ങ പൊട്ടിക്കണം, തേങ്ങ തിരുവണം. തേങ്ങ ഇല്ലാണ്ട് കേരളത്തിലെ ഫുഡിലൊരു കളിയേ ഇല്ല. മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. വല്ലപ്പോഴും കഴിക്കാൻ മസ്റ്റ് ആണ്. നമുക്ക് എപ്പോഴൊക്കെ ഈ ഒരു മേ ബി നമ്മൾ ട്രെയിൻഡ് ആണെന്ന് തോന്നുന്നു, നമ്മൾ ഈ ടേസ്റ്റുമായിട്ട് അത്ര അങ്ങോട്ട് ജെല്ലായി പോയി. നമുക്ക് ഫ്രം ചൈൽഡ്ഹുഡ് അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫായി കഴിഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മളിപ്പോ ഇത് പറയാൻ കാരണം, ഇങ്ങനൊരു ഒക്കേഷൻ വന്നപ്പോ നമ്മൾ വേറെ കുറെ പേരെ ട്രീറ്റ് ചെയ്ത് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര ടൈമാണ് നമ്മുടെ ലൈഫിൽ ഇതിനകത്ത് പോകുന്നതെന്നുള്ളത്. അപ്പൊ ശരിക്കും എനിക്ക് തോന്നി, ഇപ്പൊ എന്റെ അമ്മൂമ്മ അവരൊക്കെ എത്ര ടൈമാണ് കിച്ചണിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക. ലൈക്ക് ഇത്രയും പേർക്ക് ഇത്രയും സാധനങ്ങൾ ഡെയിലി ഉണ്ടാക്കുമ്പോഴാണ്. വല്ലപ്പോഴും നമ്മളിപ്പോ ഒരു ഓണം വന്നു, വിഷു വന്നു, നമ്മൾ ചെയ്യുന്ന പോലെ അല്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 3-4 സാധനങ്ങൾ ഉണ്ടാക്കാന്ന് പറയുമ്പം, ഞാനിപ്പോ എന്റെ പേഴ്സണൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, പണ്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് പോലും അതൊരു അടുപ്പിച്ച് 1-2 ആഴ്ചയൊക്കെ ആകുമ്പോൾ രാവിലെ ഒരു 9 മണി, അല്ല 9 അതിന് മുമ്പെന്ന് പറയാം, നമ്മുടെ നാട്ടിലൊക്കെ അതിന് മുമ്പാണ്, 6 മണി 7 മണി സമയത്ത് തുടങ്ങുന്ന പരിപാടി ഈ കഴുകലും വൃത്തിയാക്കലും, പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാകണമല്ലോ, എന്താ അറിയാ, അവർക്ക് നേരത്തെ ഉള്ള ജനറേഷൻ അവർക്ക് എന്താ വെച്ചാൽ ഇതാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി. നത്തിങ് ഔട്ട്സൈഡ് ഓഫ് ദിസ് എന്നുള്ളതാണ്. അപ്പൊ ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അതിനുശേഷം ഉള്ളത് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ലഞ്ചിന് നോക്കാം, പിന്നെ കുറച്ചേരം ഇരുന്നിട്ട് ഈവനിങ് സ്നാക്സുകൾ ഉണ്ടാക്കാം, പിന്നെ അതിന് കുറച്ചേരം ഇരുന്നിട്ട് ഡിന്നർ ഉണ്ടാക്കാം. ഇത് തന്നെയായി. ഇത് രസമുണ്ട് വല്ലപ്പോഴും ചെയ്യാൻ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ വല്ലപ്പോഴും ചെയ്യുമ്പോൾ നമുക്കിതൊരു രസമുണ്ട്, കഴിക്കാനും രസമുണ്ട്, കൊടുക്കാനും രസമുണ്ട്. പക്ഷെ ഇത് ദിവസവും ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷനിൽ ഉള്ള ആൾക്കാര് നമുക്ക് ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ. ഇത് ഒരു സൈഡ് കൂടെ പോകണുണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കണം അല്ലേ, അത് ആവശ്യമല്ലേ, നമ്മളെ മേക്കപ്പും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ എന്താ പറയാ, പിന്നെ കുറെ ഹോബീസ് ഉണ്ടാവുമല്ലോ നമുക്ക്. കുറച്ച് ചിലപ്പം പെയിന്റിങ് ആയിരിക്കാം, ചിലർക്ക് വായിക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഇതിനൊന്നും നമുക്ക് ടൈമേ കിട്ടില്ല. എങ്ങനെ ടൈം ഉണ്ടാക്കും? ബിക്കോസ് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാണ്. പിന്നെ ഇത്ര റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡിന്നറിലേക്ക് കടക്കണ്ടേ, അപ്പൊ അടുത്ത പണി. ഇങ്ങനെ നമുക്കത് മനസ്സിലായപ്പോൾ നമുക്ക് തോന്നി ഇത് എന്നത്തേക്കും പോകുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനറേഷൻ ഒത്തിരി മാറിയിട്ടുണ്ട് പുറത്തൊക്കെ ഉള്ളവര്. പക്ഷെ നാട്ടിൽ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ തന്നെ റിലേറ്റീവ്സില് അവർക്ക് ആഗ്രഹം കാണും മാറണമെന്ന്. പക്ഷെ ഒന്നീ വീട്ടിലുള്ളവർക്ക് ഓക്കെ ആയിരിക്കത്തില്ല, അതായത് ഹസ്ബൻഡിനോ ഒക്കെ ഓക്കെ ആയിരിക്കില്ല, അല്ലെ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അവര് സോ ഇൻടു ദാറ്റ് നൗ ദേ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് അതേപോലെ ടേസ്റ്റ് പാലറ്റിന്റെ പ്രശ്നം പറഞ്ഞ പോലെ ഡെയിലി അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ ഇടിയപ്പം പുട്ട് ഈ വക വസ്തുക്കൾ കഴിച്ചില്ലെങ്കിൽ, ലൈക്ക് ഒരു എഗ് കഴിച്ചു കൂടുതൽ ബ്രെഡ് കഴിച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല എന്ന ഫീലിംഗ് ഉള്ള ഒരുപാട് പേര്, ലിറ്ററലി ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ബ്രെഡ് ഒരു ഫുഡാണ്, അത് പലപ്പോഴും ചായയിൽ മുക്കി തിന്നുന്ന സാധനം എന്നുള്ളൊരിതാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ലൈഫിന്റെ ഐ തിങ്ക് ഒരു 40% ആയിരിക്കും അവരുടെ ഫുഡ് ഈ കൺവീനിയൻസ് ഫുഡ് എന്നുള്ള സാധനത്തിലോട്ടൊക്കെയാണ്. ഈ സാൻഡ്വിച്ച്, പിന്നെ അതുപോലെ വല്ല റോൾസ്, ഇതൊക്കെ ആകുമ്പോഴേക്കും
you just have to spend around half an hour or even less than that for that. പിന്നെ അവരുടെ ഈ ഗ്രില്ലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് you don't have to stay there. അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വേറൊരു പരിപാടി അതാണ്. ഇപ്പൊ ദോശ ഉണ്ടാക്കണമെങ്കിൽ അവിടെ നിന്നുണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ ഓവനിൽ കയറ്റുന്ന സംഭവങ്ങളും ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മുടെ തന്നെ ഇടയിലുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഒരു കുറ്റമായിട്ടുള്ള പറയുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ തന്നെ കുറച്ച് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നമുക്ക് കുക്കിംഗ് നോക്കുമ്പോൾ ലൈക്ക് ഞങ്ങൾ ഇവിടെ ആയിരുന്നിട്ട് പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുക്കിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യാത്തതിനുള്ള മെയിൻ കാരണം നമ്മൾ രണ്ടുപേർക്കും നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഈ ഫുഡ് തന്നെ കഴിക്കണമെന്നില്ല. അപ്പൊ നമ്മള് ചിലപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് തോന്നാം കുട്ടികളുള്ള വീടാണെങ്കിൽ ലൈക്ക് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ കൊടുക്കണേ, ലൈക്ക് കുട്ടിക്ക് എല്ലാം കിട്ടുന്നുണ്ടോ, ഈ അവിയലും തോരനൊക്കെ വെച്ചാൽ അതൊരു മിസ്കൺസെപ്ഷൻ. അങ്ങനെയുള്ളതുണ്ടെങ്കിലേ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മളത് പല സാധനങ്ങൾ ഇപ്പൊ വേണ്ട സാധനങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ 1 pot റൈസ് പോലെ അല്ലെങ്കിൽ പുലാവ് പോലെ ആകുമ്പോൾ അതിന്റെ വെജിറ്റബിൾസ് എല്ലാം വരും. അതിന്റെ കൂടെ ഒരു ചിക്കന്റെ ഒരു എന്തെങ്കിലും ഒരു ഫ്രൈയോ എന്തെങ്കിലും ആക്കി ചെയ്താൽ അല്ലെങ്കിൽ എഗ് തന്നെ ആക്കി കഴിഞ്ഞാൽ അത്രയായി. ഒരു ഓംലെറ്റ് ആയെങ്കിൽ പോലെ അത് മതി. ബിക്കോസ് അതില് എല്ലാം കൂടെ ഒരു കുറച്ച് കാര്യങ്ങള് കുറച്ച് സമയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് തീരും. പിന്നെ നമുക്ക് വി ക്യാൻ ഫോക്കസ് ഓൺ അതർ തിങ്സ് ഇൻ ലൈഫ്. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് വർഷം നമ്മൾ അങ്ങനെ കുറെ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴും വീക്ക്ലി വൺസ് ആണ് ചോറും കൂട്ടാനും കറിയൊക്കെ വെക്കുന്നു. അതെന്താ വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ പഴങ്കഞ്ഞി കഴിക്കാൻ തോന്നും. അന്ന് നമ്മൾ ഈ പറഞ്ഞ പല സാധനങ്ങൾ ഉണ്ടാക്കണം, അടുത്ത ദിവസം കഴിക്കുന്നു, അങ്ങനെയൊക്കെ. അതല്ലാണ്ട് ചെയ്യാൻ പൊതിച്ചോറ് എടുക്കുന്നു എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ പൊതിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ വാഴയില വല്ലതും നോക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു. ഉണ്ടാക്കാൻ പഠിക്കേണ്ടെന്ന് നമ്മൾ പറയണ്ടില്ല കേട്ടോ. ഡെഫിനറ്റ്ലി നമുക്കത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമുക്ക് തരാൻ നല്ലതാണ് എന്ന് പറയാൻ പറ്റും. കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം. കാരണം എല്ലാ സ്ഥലത്തും എപ്പോഴും ഒന്നും ആക്സസബിൾ ആയിരിക്കില്ലല്ലോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഞാനാണല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്തത്. ഒരുപാടൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായതാണ് ഇത്രത്തോളം എന്റെ ടൈം അതിനകത്ത് പോയി. ഫുഡിനോട് ഉണ്ടാക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും എത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും എനിക്ക് തോന്നുന്നത് അതൊരു നല്ല ശീലമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട്. മേ ബി നമ്മുടെ ഇപ്പൊ അമ്മയ്ക്കും അമ്മൂമ്മയുടെ ഒക്കെ സമയത്തെന്ന് പറയുമ്പോൾ അല്ല ആ ഓപ്പർച്യൂണിറ്റീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് തിങ്ക് ചെയ്യാനും നമുക്ക് പഠിച്ചെടുക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പണ്ടത്തിനെക്കാട്ടിലും ഇപ്പൊ ഉണ്ട്. അത് മാത്രമല്ല, അന്ന് ഇതിന്റെ ബിയോണ്ട് ഒന്നുമില്ല. കിച്ചണിൽ ചെയ്യുക, അതിലെ നല്ല ഫുഡ് ഉണ്ടാക്കുക, അതിൽ തന്നെ എക്സ്പേർട്ട് ആവുക, അതേ ഉള്ളൂ. എക്സ്പേർട്ട് ആയിരുന്നു. ഇപ്പൊന്ന് വെച്ചാൽ അതുമുണ്ട്, അതിന്റെ കൂടെ വേറെ ഹോബി ഉണ്ട്, വേറെ എന്തെങ്കിലും വായിക്കാനുണ്ട്, വേറെ എന്തെങ്കിലും കാണാനുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാം, ആമസോണില് സിനിമ കാണണം, ഹോട്ട്സ്റ്റാറില് സീരിയൽ കാണണം, അങ്ങനെ വല്ലോ. അതെ, നമുക്ക് എന്റർടൈൻഡ് ആവാനും ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിപ്പോ ഉണ്ടാക്കുന്ന ആള് ലേഡി തന്നെ ആവണം നിർബന്ധമില്ല. അതിപ്പോ ആണുങ്ങൾ വേണമല്ലോ, ആരാണെങ്കിലും രണ്ടുപേരും ഷെയർ ചെയ്താൽ പോലും ഇറ്റ് ഇസ് നോട്ട് വർത്ത് സ്പെൻഡിങ് എവറി ഡേ 2-3 hours in a day ഇതിനു വേണ്ടി മാത്രമായിട്ട്. അതെ, അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നതിന്റെ കൂടെ കുറെ ചോറൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്ര വലിയ ബാലൻസ് ആയിട്ടൊന്നും അല്ല സത്യം പറഞ്ഞാൽ കഴിക്കണേ. ഈ പറഞ്ഞ കൂട്ടാന്റെ കൂടെ ചോറ് കഴിച്ചാലല്ലേ മാച്ച് ആവുള്ളൂ. ഇതിലെ വേറൊരു ഹാക്ക് എന്താന്ന് വെച്ചാൽ വെളിയിലുള്ള ഒരു ചെയ്തതാണ്, ചെയ്യുന്നുമുണ്ട്. ഇത് 10 വർഷമായിട്ടുണ്ട്. ഇപ്പൊ അതിനെ കുറച്ച് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്തു. ഈ ബാച്ച് കുക്കിംഗ് എന്താണ് മീൽ പ്രെപ്പ്, ബാച്ച് കുക്കിംഗ് പോലെ. അപ്പൊ അങ്ങനെ ചെയ്ത്, അതായത് ഒരു സൺഡേ ഒരു 2-3 hours സ്പെൻഡ് ചെയ്ത് പിന്നെ ആ വീക്കിൽ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ ഇല്ല. ഇതൊക്കെ നേരത്തെ 10 years ago പല യൂട്യൂബിലൊക്കെ പണ്ട് വെളിയിലുള്ളവരുടെ ഒക്കെ ഫോറിനേഴ്സിന്റെ ഒക്കെ US-ലൊക്കെ ഉള്ളവരുടെ ചാനൽസിൽ, ഫിറ്റ്നസ് ചാനൽസിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് വീക്ക് ഡേയ്സ് ഇൻ ദ കിച്ചൺ ഫോർ എ ലോങ് ടൈം. അത് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കുക, തിന്നാ, അത്രേ ഉള്ളൂ. അതാണ് ഒരു സെറ്റ് ആൾക്കാരുണ്ട് അത് റോങ് ആണെന്ന് പറഞ്ഞത്. എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാനേ പാടില്ല. ഒബ്വിയസ്ലി ചൂടാക്കണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു വലിയ ലൈക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഒരു 3 കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ വീക്കില് ഒന്നേ ഒരു ചപ്പാത്തിയോ ബ്രെഡോ ഒരു ഇത്തിരി ചോറോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും അതിന്റെ കൂടെ ചെയ്യാം. അപ്പൊ ഈ മീൽ പ്രെപ്പ് ഒക്കെ ഒരുപാട് വീഡിയോസ് ഇപ്പൊ കാണാറുണ്ടല്ലോ. നമ്മുടെ ടോപ്പിക് മീൽ പ്രെപ്പ് അല്ല, പക്ഷെ ഒരു കാര്യം ഇതാണ്, ബേസിക്കലി അതാണ് സംഭവത്തിലേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഒരുപാട് എനർജി അതിന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ഹസ്ബൻഡോ വൈഫോ ആരാണോ കുക്ക് ചെയ്യുന്നത്, മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ് ഇത് ഇത്രയൊക്കെ ഉള്ളൂ മോളെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ, അതെ വേണേ കഴിച്ചിട്ട് പോയിക്കോ എന്നങ്ങോട്ട് പറഞ്ഞേക്കണം. ആര് കുക്ക് ചെയ്താലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇനി അങ്ങോട്ടുള്ള കാലം മോസ്റ്റ്ലി അടുത്ത ജനറേഷനും
ഇപ്പൊ ജെൻസി ജെൻ ആൽഫ ഇവരൊക്കെ ഈ ഒരു ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഗോണ സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഇൻ ദ കിച്ചൺ അൺലെസ് ഇതേപോലെ ഏതെങ്കിലും ഒരു ദിവസം ഭയങ്കര പാഷൻ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്പി കണ്ട് ഞാൻ ഇന്ന് അതങ്ങ് ചെയ്ത് ഒലത്തിക്കളയാം എന്നൊന്നും പറഞ്ഞിട്ട് പോകുന്ന പോലെ ആവുന്നതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം. ഇതുപോലത്തെ കൺവീനിയൻസ് ഫുഡിലോട്ട് മാറും. എസ്പെഷ്യലി ഇപ്പൊ കുറെ എത്ര കുക്കിംഗ് ചാനൽസ് ഉണ്ട്, ആണുങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആക്ച്വലി നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കുക്കിംഗ് പഠിക്കുന്ന വേണ്ടി പല കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് അല്ലെ പുതിയ പുതിയ സാധനം ട്രൈ ചെയ്യുമ്പോൾ അവർ ആ ഒരു ദിവസം അതേ ചെയ്യുന്നുണ്ടാവും. അത് തന്നെ രാവിലെ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ വാട്ട് ഐ ഡേ വീഡിയോസ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഉള്ള ആൾക്കാര് വളരെ ഈസി കൺവീനിയൻസ് നോക്കി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ at the same time high പ്രോട്ടീനും എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ ബാലൻസ്ഡ് ഫുഡ്. സോ ഐ തിങ്ക് ഇനിയുള്ള കാലം അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.